ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ വചനമായി പരസ്യമായി നിൽപ്പാൻ ആയുസ്സും ആരോഗ്യവും അവസരവും നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for giving me one more opportunity to be in front of you with the word of God. ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ആരാധിപ്പാൻ ഒരവസരം ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. I praise God for giving us an opportunity to worship the Lord with you in our travels. സമയം വളരെ കുറവായതുകൊണ്ട് നേരെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. I am directly entering into the word of God. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിൻ്റെ തലവാചകം ക്രിസ്റ്റോസ് അനസ്റ്റി എന്നാണ്. The topic of the title is ക്രിസ്റ്റോസ് അനസ്റ്റി. ദാറ്റ് മീൻസ് ഹി ഈസ് റിസൺ എന്നാണ് അർത്ഥം. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഏർലി ചർച്ചസിൽ എസ്പെഷ്യലി ഗ്രീക്ക് സ്പീക്കിംഗ് ബിലീവേഴ്സിന് നടുവിൽ ഒരു പ്രമാദമായ ഗ്രീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. Among Grecian Christians there was a familiar greeting. അത് ഈസ്റ്റർ സൺഡേ മുതൽ പെന്തക്കോസ്ത് വരെ 50 ദിനങ്ങളിൽ അവർ പറയുന്ന ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. Those greetings they used between Pentecost and Easter to Pentecost. Resurrection Sunday to So Resurrection Sunday to Pentecost. ആ 50 ദിനങ്ങൾ തമ്മിൽ കാണുമ്പോൾ സൺഡേയിൽ ചർച്ചിൽ മാത്രമല്ല, അല്ലെങ്കിൽ ചർച്ചിൽ മാത്രമല്ല, തമ്മിൽ കാണുമ്പോൾ ഒരു പറയുന്ന ഒരു വന്ദന സ്വരമാണ്. ഒരാൾ ക്രിസ്റ്റോസ് അനസ്റ്റി എന്ന് പറയുമ്പോൾ തിരിച്ചവർ പറയും അലിത്തോസ് അനസ്റ്റി എന്ന് പറയും. During those 50 days when they greet each other, the first person would say Christos Anesti, and then the other person will respond അലിത്തോസ് അനസ്റ്റി. Anitos Anesti. എന്ന് പറഞ്ഞേ ക്രിസ്റ്റോസ് അനസ്റ്റി എന്ന് ഞാൻ പറയും, എന്നിട്ട് നിങ്ങൾക്ക് സമയം തരും, നിങ്ങളെല്ലാം തിരിച്ച് എന്ത് പറയണം? അലിത്തോസ് അനസ്റ്റി. ദാറ്റ് മീൻസ് ട്രൂലി ഹി ഈസ് റിസൺ. I want every one of you to respond me when I say Christos Anesti. You need to respond Alistos Anesti. അലിത്തോസ്. Alitos Anesti. അലിത്തോസ് എന്ന് പറഞ്ഞ ചുമ്മാതൊരു ഗ്രീക്ക് പദം. ഒന്ന് പറഞ്ഞേ അലിത്തോസ് അനസ്റ്റി എന്ന് പറഞ്ഞു. Everybody please join me. ഹാ, Alitos. ഉറങ്ങുന്നവരെല്ലാം ഉറക്കെ പറഞ്ഞേ. അല്ല, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറയും റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ക്രിസ്റ്റോസ് അനസ്റ്റി. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അലിത്തോസ് അനസ്റ്റി. ദാറ്റ് മീൻസ് ട്രൂലി ഹി ഈസ് റിസൺ. അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി പറയണം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ കോൺഗ്രിഗേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശബ്ദമുയർത്തി പറയണം. You need to raise your voice and respond Alitos Anesti. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ക്രിസ്റ്റോസ് അനസ്റ്റി. Alitos Anesti. Yes, truly our Jesus Lord is risen. നിശ്ചയമായും സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കരമുയർത്തി കർത്താവ് സ്തോത്രം ചെയ്താട്ട്. Hallelujah, praise the Lord. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. വചനത്തോടുള്ള ബഹുമാനത്തിൽ 16-ാം സങ്കീർത്തനം ഞാൻ ഇവിടെ വായിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ കരത്തിലുണ്ടെങ്കിൽ could you please raise on your feet with your word of God. ഞാൻ 16-ാം സങ്കീർത്തനം മലയാളത്തിൽ വായിക്കും. അതിൻ്റെ 8, 9, 10 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും വിശുദ്ധ വേദപുസ്തകമായി എഴുന്നേറ്റ് നിൽക്കുക. വചനം വായിക്കുമ്പോൾ അതിനോടുള്ള ബഹുമാനത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിങ്ങനെ വായിക്കുന്നു. ബുക്ക് ഓഫ് Psalm 16 verses 1 to 11 ഇങ്ങനെ വായിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേലെടുക്കുകയില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. വേഴ്സ് 7 എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിൽ എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. വേഴ്സ് 8 ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. വേഴ്സ് 9 അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തു ഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. കരമുയർത്തി കർത്താവേ സ്തോത്രം ചെയ്താട്ട്. താങ്ക് യു ജീസസ്. ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. 16-ാം സങ്കീർത്തനം ഒരു മശീഹ സങ്കീർത്തനമാണ്. Psalm 16 is a psalm about the Messiah. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ദാവീദ്
പ്രവചിക്കുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിനകത്തുണ്ട്, ഈ അധ്യായത്തിനകത്തുണ്ട്. There is a passage in this psalm that where David praises about or prophesies about the raising of Jesus അത് Christ. 9-10 വാക്യങ്ങളാണ്. അതിനെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. That is, those are the verses 9 and 10. I would like to stay on those. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണമേ. കുഞ്ഞുങ്ങൾ listen to All me. the children, please listen to me. ഈ Psalm 16 അകത്ത് നിന്ന് I will give you 6 R, the alphabetic R. I will give you 6 R's. I will be speaking on 6 R's from this psalm. Verse 1, ഒന്നാമത്തെ വാക്യത്തിൽ, Verse ഒന്നാമത്തെ 1. വാക്യത്തിൽ God is my refuge, refuge. ഒന്നാം വാക്യത്തിൽ യഹോവ എന്റെ സങ്കേതമാകും. രണ്ടാമത്തെ വാക്യത്തിൽ God is my reputation. Second verse says God is my reputation. Third one is verse 5 and 6. അവിടെ ഇരിക്കുന്നത് God is my reward or portion. God is my reward and portion. That is in verse 5 and 6. Verse 7 നമ്മൾ കാണുന്നു God is my instructor or counselor, അല്ലെങ്കിൽ role model എന്ന് പറയാം. He is my role model. Oh, in verse 7, God is my role model. God is my model. Verse 10, God is my resurrection. അവൻ എൻ്റെ ഉയർപ്പാണ് എന്ന് കാണാൻ കഴിയും. Then we read, God is my resurrection. അവസാന വാക്യം verse 11, God is my rejoice. അവൻ എൻ്റെ ആനന്ദമാണ്. God is my rejoice. That is in verse 11. ഒന്ന് പറയുമോ എന്തൊക്കെയാണ്? നമ്പർ 1 verse 1. Can മോളെ you please remember? മോളെ what is your name? മോളെ what is your name? ഓർക്ക പറ. ജോവാന. Oh, very beautiful name, very beautiful. What is number 1? Verse 1, what is God talking about? God is my refuge, refuge, refuge. മോളെ what is verse 2? God is my, yes, God is my reputation. അവൻ ഒഴികെ എനിക്ക് ആരുമില്ല. He is my reputation. Verse 3, മൂന്നാമത്തത് ഞാൻ ചോദിക്കട്ടെ, എല്ലാവരോട് ചോദിക്കട്ടെ. Verse മൂന്നാമത്തത് പറഞ്ഞേ. അവൻ എൻ്റെ റിവാർഡാണ്, എൻ്റെ പോർഷനാണ്, ഇൻഹെറിറ്റൻസ് ആണ്. Praise the Lord. നാലാമത്തത് God is my counselor or instructor, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം He is my role model. Praise the Lord. Okay, verse 5, verse 8, God is my right hand. കണ്ടായിരുന്നു അങ്ങനെ വേഴ്സ്? അവന്റെ വലങ്കരം. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. He is my right hand. അടുത്തത് 6, ആറാമത്തത് God is my resurrection. എന്റെ ഉയർപ്പാകും. അവൻ്റെ ഉയർപ്പാകുന്നു. അവസാനം He is my rejoice. കരം ഉയർത്തി കഥ സ്തോത്രം ചെയ്താട്ട്. ആനന്ദമാകുന്നു. അതിനകത്ത് റിസറക്ഷൻ എന്നുള്ള പദമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. In this I want to remind you on the word of resurrection. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് സന്തോഷം നൽകുന്ന സംഭവമാണ്. Our Lord's resurrection makes us rejoice. ഈ വാക്യം 9-10 വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് എങ്ങനെയാണ് തെളിയുന്നത്? Verse 9 and 10 is related to his resurrection. How can we prove it? പുതിയ നിയമത്തിൽ ശ്ലീഹന്മാർ പ്രസംഗിക്കുമ്പോൾ ഈ വാക്യം യേശുക്രിസ്തുവിന്റെ ഉയർപ്പുമായി ചേർത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. Apostles have quoted these two verses when they were speaking of Jesus' resurrection. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് ശ്ലീഹയുടെ പ്രഥമ പ്രസംഗത്തിൽ In Acts chapter 2, when Apostle Peter gives his first sermon, 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ verses 22 to 27, തന്റെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ ഉദ്ധരിക്കുമ്പോൾ and he quotes of the resurrection, ഈ വാക്യങ്ങൾ അവിടെ കോട്ട് ചെയ്തായും കാണാൻ കഴിയും. and he is quoting these verses out there. നമുക്കത് പിന്നെ ചിന്തിക്കാം. 25-26 വാക്യങ്ങളാണത്. Verses 25 and 26 we can meditate later. പ്രവൃത്തി 13 വരുമ്പോൾ When we come to Acts chapter 13, പൗലോസ് ശ്ലീഹയുടെ പ്രസംഗത്തിലും in Paul's message also, ഇത് അവിടെ കോട്ട് ചെയ്തേക്കും കാണാൻ കഴിയും. these verses are quoted there. 13-ാം അധ്യായത്തിന്റെ 26 വാക്യത്തിൽ കാണാൻ കഴിയും. 13:26 onwards we read that. അങ്ങനെയാണെങ്കിൽ ശ്ലീഹന്മാരുടെ പ്രസംഗ വിഷയത്തിലെ അടിസ്ഥാനപരമായ സബ്ജക്റ്റ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പായിരുന്നു. In that case, we know that when apostles preached on Jesus Christ, what the core theme was the resurrection of Jesus നമ്മുടെ Christ. വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ്. The foundation of our faith is the resurrection of our Lord ഞാൻ ആ Jesus. സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ ഉയർപ്പാണ്. Let me repeat, the foundation of our faith is the resurrection of Lord Jesus. സുവിശേഷത്തിന്റെ കാതലായ സബ്ജക്റ്റ് അത് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ് തന്നെയാണ്. The gospel's main theme is the resurrection of Lord Jesus Christ. സ്തോത്രം ചെയ്തേ. Praise the Lord. ആമേൻ. Hallelujah. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ In 1 Corinthians chapter 15 verse 1, പൗലോസ് ശ്ലീഹ സുവിശേഷത്തെ കുറിച്ച് ഒരു നിർവചനം പോലെ സംസാരിക്കുന്നുണ്ട്.
Apostle Paul speaks on the crux of the gospel. ഇവിടെ കാണിക്കുമായിരിക്കും, ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, വായിച്ചു കേൾപ്പിക്കുകയാണ്. I'm going to read it. Please listen. 1 കൊരിന്ത്യർ ലേഖനം 15 1, 2, 3 വാക്യങ്ങൾ. 1, 2, 3. എന്നാൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടതിനാൽ ഞാൻ എന്നവിധം നിങ്ങളോട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്താ സുശേഷിച്ചിരിക്കുന്നത് ഓർപ്പിക്കുകയാണ്. അടുത്ത വാക്യം നോക്കണേ. ലിസൺ 3 and 4. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം പറഞ്ഞേ, കണ്ടവർ പറഞ്ഞേ, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ അവരോട് സുവിശേഷത്തിന്റെ കാതലാ വിഷയം ഈ 3 കാര്യമാണ്. Main theme of Paul's message is that Christ died for our sins according to scriptures, that he was buried and that he was raised on the 3rd day. ഒന്ന്, സുവിശേഷത്തിന്റെ കണ്ടന്റിലെ നമ്പർ 1 is died for us, നമുക്ക് വേണ്ടി മരിച്ചു. The first content is that the Christ died for us. അവനെ അടക്കി, and then he was buried, അവൻ ഉയർത്തെഴുന്നേറ്റു, and then he was raised. അതാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം. That is the main theme, core theme, central theme of the gospel. നമ്മൾ ഇവിടെ വന്നിരുന്ന് ആരാധിക്കുന്നത് We come here and worship the Lord. ഒരു മിത്തിന്റെ പുറകിലല്ല. It is not because of a myth. ഒരു പരാജയപ്പെട്ട വ്യക്തിയുടെ പിന്നിലല്ല. It's not about a failed person. മരണം കൊണ്ട് തീർന്ന ഒരു ലീഡറിന്റെ പിന്നിലല്ല. We are not speaking of a leader who died and went away. മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേറ്റ നസറേയനായ യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ ഈ ആലയത്തിൽ വന്ന പ്രിയപ്പെട്ടവർ കരങ്ങളെ തട്ടിയോ കരമടിച്ചോ ആ ദൈവത്തിന് Let us worship the Lord, those who have come to worship the Lord, because he is a raised Christ. Hallelujah. Praise the Lord. അവനെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ആവേശം അവനെ ആരാധിക്കാൻ. We are passionate about worshiping him because he raised. Am I right or wrong? നമ്മുടെ ആവേശം അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണെന്ന്. Our passion is because he was resurrected. നമ്മുടെ സന്തോഷം അവന്റെ ഉയർപ്പാണ്. Our rejoicing that he resurrected. കർത്താവിന് മഹത്വം കൊടുത്ത് worship the Lord. Hallelujah. പൗലോസ് പറയാണ്, എൻ്റെ ഹൃദയത്തിന്റെ ആനന്ദം അവന്റെ ഉയർപ്പാണ്. Oh, Paul says that this is a resurrection is the thing of mine. Praise the Lord. Sotram. ശ്രദ്ധിക്കണം. This is the foundation of our belief. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാകും. പൗലോസ് പറഞ്ഞത് 1 കൊരിന്ത്യർ 15:14 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ കണ്ടശോഭം ചെയ്യുന്ന വെറുതെയാണ്. Paul says in 1 Corinthians 15:14, we are not, if Christ has not been raised, then our proclamation is without foundation. Our faith is also vain. നമ്മുടെ വിശ്വാസവും വ്യർത്ഥമാണ്. എന്റെയും നിന്റെയും വിശ്വാസം വൃഥാവാണ്. Because he lives, I can face tomorrow. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാളെ ഞാൻ ഫേസ് ചെയ്യുമെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി സ്തോത്രം ചെയ്യുന്നു. I will face tomorrow because he is a resurrected Lord. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. Second statement. This is the confirmation of Christ's divinity. കർത്താവിന്റെ ദൈവത്വത്തെ തെളിയിച്ച സ്ഥലമാണ് കർത്താവിന്റെ ഉയർപ്പ്. Resurrection proves Jesus Christ's divinity. തെളിവ് റോമാലേഖനം 1:5, ഇംഗ്ലീഷിൽ 4 ആയിരിക്കാം, മലയാളത്തിൽ 1:5. Romans 1:5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ചേർന്ന് പറഞ്ഞേ, ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിച്ചു. കണ്ടോ? വേഴ്സ് 4 ഇംഗ്ലീഷ് 4 കേൾക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഭൂമിയിൽ വിളിച്ചു പറഞ്ഞറിയാമോ? He is the son of God. അവൻ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. Verse 4 says, who has been declared to be the powerful son of God by the resurrection from the dead. Hallelujah. ഉയർപ്പ് സണ്ടയിലും സ്തോത്രം പറഞ്ഞേ. Hallelujah. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം
ദൈവത്തിന്റെ പുത്രനാണ്, അവനെ അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. The Lord I serve is the Son of God. That is what is written here. 4 സന്ദേശങ്ങൾ നിങ്ങളോട് ഈ ഉയർപ്പ് സൺഡേയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. I would like to share 4 messages regarding this on this Resurrection Sunday. 1, പവർ ഓഫ് റിസറക്ഷൻ. 1, ഉയർപ്പിന്റെ ശക്തി. 2, പീസ് ഓഫ് റിസറക്ഷൻ. 2, ഉയർപ്പിന്റെ സമാധാനം. 3, പർപ്പസ് ഓഫ് റിസറക്ഷൻ. 3, ഉയർപ്പിന്റെ ഉദ്ദേശം. 4, പ്രോമിസ് ഓഫ് റിസറക്ഷൻ. 4, ഉയർപ്പിന്റെ വാഗ്ദത്തം. 4 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. I would like to share these 4 things. പ്രിയമുള്ളവരെ, റിസറക്ഷൻ സൺഡേയിൽ നാം അനുഭവിക്കേണ്ടത് റിസറക്ഷന്റെ പിന്നിൽ വ്യാപരിച്ച ഒരു ശക്തിയാണ്. What we are remembering today is the power that worked behind the resurrection. Praise the Lord. Praise the Lord. ഈ ഇന്ന് പകൽ മാത്രമല്ല, നമ്മുടെ എല്ലാ കൂടിവരവിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവശക്തി ജനം അനുഭവിക്കണം. Every Sunday, including today, God wants us to enjoy and rejoice in the power of the Lord. ഒരു ധനാഢ്യയായ സ്ത്രീ ഈശോ മിശിഹായുടെ അടുക്കൽ വന്നു. A rich lady comes to Jesus Christ. അവൾ 12 വർഷമായി അവളുടെ രോഗത്തിനു വേണ്ടി ചികിത്സിക്കുന്നവളായിരുന്നു. She was under treatment for 12 years for her illness. യായിറോസ് എന്ന മഹാന്റെ വീട്ടിലേക്ക് യേശോ പോകുന്ന സമയത്ത്, Well, Jesus was going to Jairus' house. ഇവള് കേട്ടു, എന്തോ ഒരു വർത്തമാനം ഇവള് കേട്ടു. She had heard about his story. കേൾക്കണം, ഈ സ്ത്രീ പരവശയായി തീർന്നു. അവൾക്കുള്ളതെല്ലാം വിറ്റു വൈദ്യന്മാർ കൊടുത്തിട്ട് അത് എവരുടെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലേ ബൈബിളിൽ? എവരുടെ ഇതെന്തായിക്കൊണ്ടിരുന്നു? ഈ രോഗം വേഴ്സ് ആയിക്കൊണ്ടിരുന്നു. She was so weary because for the last 12 years she has been treating, but the illness only got worse. ഓരോ ദിവസം രോഗം വേഴ്സ് ആകുന്നു, പൈസ പോയിക്കൊണ്ടിരിക്കുന്നു. Each day the illness is getting worse and the money is going out. പക്ഷെ ഒരു വർത്തമാനം അവൾ കേട്ടു. But then she hears about this story. യേശു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു എന്ന വർത്തമാനം കേട്ടു. She heard that power is coming out of Jesus Christ. എന്താ കേട്ടെ? What did she hear? പറഞ്ഞേ, എന്താ കേട്ടെ? ദൈവശക്തി പുറപ്പെടുന്നു. Oh, the power of God is coming out of Jesus. ആരായിരിക്കാം ഇവളോട് പറഞ്ഞത്? Who might have told her this? ഹലോ, ആര് പറയണം ദൈവശക്തി പുറപ്പെടുന്ന കാര്യം? Who should tell her? യേശു ഇതിനകത്തോട് വന്നു പോകുന്നു, ഇവിടെ ദൈവശക്തി കൈകാര്യം ചെയ്യുന്നു എന്ന് ആര് പറയണം? Who should tell her that Jesus Christ came and power came out of him? സഭ ചെവിതൊന്ന് കേൾക്കുക. ആര് പറയണം ദൈവശക്തി പുറപ്പെടുന്ന കാര്യം? ആര് പറയണം? Who should say? ആര് പറയണം? Who should? ആര് പറയണം? ആര് ഈ സന്ദേശം കൈമാറണം? ഈ പ്രിയപ്പെട്ടവളുടെ സന്ദേശം ചെന്നു. ആരോ ചെന്ന് പറഞ്ഞു. Somebody told her. കർത്താവ് സ്ട്രീറ്റിൽ കൂടെ വാക്ക് ചെയ്യുന്നു. Jesus is walking on the streets. തൊട്ടാൽ ശക്തി പുറപ്പെടുന്ന വാർത്ത കേട്ടു. Somebody told her, if you touch him, power will come out of him. ആത്മാവി പറയാം, ദൈവശക്തി ഇന്നും പുറപ്പെടുന്നുണ്ട്. Let's say that Jesus power is coming out of Jesus today. ആന്റി ആരോ പറഞ്ഞു വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന്. Somebody told her there is a power that comes നിങ്ങൾ out. വിശ്വസിക്കുന്നുണ്ടോ? Do you believe? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I have. നിയമങ്ങൾ മുഴുവൻ എനിക്കെതിരായി എഴുതി വെച്ചപ്പോൾ കാരാഗ്രഹത്തിനകത്ത് ഞാൻ അനുഭവിച്ച ദൈവശക്തി എനിക്കറിയാം. I know the power of God that came to the cells. ഞാൻ ആത്മാവിൽ സഭയെ ദൂത് കൈമാറുകയാ. ദൈവശക്തി ഇന്നും ആലയത്തിൽ വ്യാപരിക്കുന്നുണ്ട്. Hallelujah. കുഞ്ഞെ, നിന്റെ വീടിന്റെ അടുത്ത്, നിന്റെ റൂമിന്റെ അടുത്ത് പോരാ, നിന്റെ ചെയറിന്റെ അടുത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. There is the power of God that is for you in your house. If you are ready to stretch your hands, നിന്റെ കരം ഒന്ന് നീട്ടി ഒന്ന് തൊടാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ടെന്ന് ഇന്ന് പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്റെ കൂടെ സ്വോത്രം പറയാൻ കഴിയുന്നവർ സ്വോത്രം പറഞ്ഞാട്ട് നിന്റെ പ്രശ്നത്തിനകത്തേക്ക്, രോഗത്തിനകത്തേക്ക്, നിന്റെ പ്രോബ്ലത്തിനകത്തേക്ക് ഈ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ഇതാണ് പുനരുത്ഥാന ശക്തി. If only you will stretch forth your hands, this power is going to come for you and going to heal you. കർത്താവിന്റെ അടക്കം നിങ്ങൾ ശ്രദ്ധിക്കൂ. Let's look into the burial of Jesus. അവരെ കല്ലറയിൽ കൊണ്ടുവച്ചു, ശീലകൾ ചുറ്റി കല്ലറയിൽ കൊണ്ടുവച്ചു. Oh, he is wrapped up in the cloth and he is in the tomb. കല്ലറയ്ക്ക് അവര് അടപ്പ് വെച്ചു, കല്ല് ഉരുട്ടി വെച്ചു. And they sealed this tomb. കാവൽക്കാരെ കൊണ്ട് നിർത്തി. And there were guards.
അന്നത്തെ ഗവൺമെന്റ് മുദ്ര അതിന്റെ മേൽ അടിച്ചു. And the government's seal was put there. എന്നിട്ട് പടയാളികൾക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ സൂക്ഷിച്ചോണം, കാരണം ഇവൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർ എടുത്തോണ്ട് പോയിട്ട് പറയും, ഉയർത്തെഴുന്നേറ്റെന്ന് പറയും. So be careful, be careful. And the guards were warned that his disciples might come and steal his body, so be careful. ഒരിക്കൽ സുഗന്ധവർഗമായി പാവപ്പെട്ട ചില സഹോദരിമാർ തയ്യാറായി നിൽക്കുക. I need to see him. അവനെ എനിക്കൊന്ന് കാണണം. There are a poor few women who wants to go and see him. ഈ ഉയർപ്പ് സൺഡേ യേശുവിനെ കാണാൻ നീ തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ, If you have come here saying that you want to see the Lord, നിനക്ക് തടസ്സം കല്ലായിരിക്കാം, well, maybe the rock is your burden, മുദ്രയായിരിക്കാം, or the seal is your problem. പക്ഷേ ആ സ്ത്രീ പറഞ്ഞൊരു പദമുണ്ട്, But there is something that lady said. ആരെനിക്ക് വേണ്ടി കാൽ ഉരുട്ടി മാറ്റും, Who will remove this rock for me? ആരെനിക്ക് വേണ്ടി തടസ്സം മാറ്റിവിടും. Who will remove this ഞാൻ burden ഇന്ന് for me? പകലാന്തോമി പറയാം, Let me tell you, ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ the power of God when it comes നിന്റെ upon കല്ലിനെ you, ഉരുട്ടി മാറ്റാ ദൈവത്തിന് കഴിയും. the Lord will remove this rock for you. ഓ രാമ ശാതാരാനാമാസിയാധാനിയ. Hallelujah. Praise the Lord. എഫെസ്യ ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്, 1-ാം അധ്യായം. Ephesians chapter 1 പൗലോസ് says അതിനെ like this. ഇങ്ങനെ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം, ഞാൻ അറിയണം, നമ്മൾ അറിയണം. So Paul says that we need to understand the extent of this power that is going for us, coming for us. എന്നിട്ട് അതിന് ഉദാഹരണം പറയുകയാണ്. And he is giving an example. പണ്ടൊരിക്കൽ വ്യാപരിച്ചിട്ടുണ്ടെന്ന്. This has been in action long back. ഓ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. Do you understand what I'm telling you? ഹലോ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ അറിയണം ഇങ്ങനൊരു ശക്തി ഉണ്ടെന്ന്. Paul is telling the Ephesians from the prison, there is something like this ഉടനെ power. വായനക്കാർ ചോദിച്ചു കാണും, എന്താ എപ്പോഴെങ്കിലും വ്യാപരിച്ചിട്ടുണ്ടോ അങ്ങനെ? And then the listeners might have asked him, when has this in action? ഉടനെ പൗലോസ് പറയും, യെസ് ഉണ്ടെന്ന്. And Paul says, yes, it has worked. 26 വർഷങ്ങൾക്ക് മുമ്പ് 26 years back, കല്ലുരുട്ടി വെച്ച് സീലടിച്ചപ്പോൾ when they put a rock and sealed it, ക്രിസ്തുവിൽ വ്യാപരിച്ചു, കല്ലിൽ വ്യാപരിച്ചെന്നല്ല പറഞ്ഞത് കേട്ടോ. the power did not come on the rock, the power came on Jesus Christ. അച്ഛാ കല്ലവിടെ ഇരുന്നോട്ട്, കല്ലവിടെ ഇരുന്നോട്ട്, Let the rock be there. നിന്റെ പ്രശ്നം അവിടെ ഇരുന്നോട്ട്, The problem, let it be ശീല there. അവിടെ ഇരുന്നോട്ട്, Oh, all the clothes, wrapping clothes, let it be പടയാളികൾ there. അവിടെ ഇരുന്നോട്ട്, Everything let it be there. അധികാരികൾ അവിടെ ഇരുന്നോട്ട്, Oh, the administration, നിയമം അവിടെ ഇരുന്നോട്ട്. everything. ക്രിസ്തുവിൽ വ്യാപരിച്ചു, When the power came on the Lord Jesus, പ്രശ്നത്തിൽ വ്യാപരിച്ചു. when the power came on the problem. Hallelujah. Praise the Lord. Praise the Lord. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know whether you are understanding this. എഴുത്തുകാര് എഴുതിയപ്പോൾ അത് വായനക്കാർ വായിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇങ്ങനെ വ്യാപരിക്കുന്നതാണ്. ഉടനെ വായനക്കാർക്ക് സംശയം, അങ്ങനെയൊക്കെ വ്യാപരിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ? Oh, when Paul is writing about the power that came down, everybody is doubting. Has it happened before? ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ ഉയർപ്പിച്ചു. Oh, this power came on Jesus Christ and resurrected him. സകലത്തിന് മേലാക്കി കൊണ്ട് നിർത്തി. And above him, everything he was എനിക്ക് എന്നിട്ടേ raised. Praise the Lord. എനിക്കൊരു ഇഷ്ടമുള്ളൊരു പദം ഞാൻ പറയാം. 23-ാമത്തെ അടുത്ത വാക്യം നോക്കിക്കേ. Verse ഈ 23. ശക്തിയെ ഇന്ന് ആർക്കാണ് കൈകാര്യം ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്? Who is able to administer this power today? സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിന് മീതിയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന അവന്റെ അരിശോണയിലെ ഈ പാവപ്പെട്ടൊരു കൂടുന്ന ഈ സഭയ്ക്ക് കൈമാറിയിരിക്കുന്നു. He has transferred this power to the believers in Arizona. Praise the Lord. കുഞ്ഞ, ഈ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. My dear one, this power is going to come on you അച്ഛന് today. പറയാൻ പറ്റുന്നത് പറഞ്ഞു, ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുകയാണ്. ഈ ശക്തി ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കും. I'm preaching in the spirit. ഈ ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കും. This power is going to come on ഈ your body. ശരീരത്തിൽ, ഈ മാതാവിന്റെ ശരീരത്തിൽ വ്യാപരിക്കും. Oh, in this ഈ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കും. in your family. If you believe, you will see the glory of God. ദൈവമഹത്വം ഇന്ന് പകൽ കാണുന്നേ. വിശ്വസിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ഇന്ന് പകൽ പ്രതികരിച്ച് പറഞ്ഞ, yes Lord, I need to see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. Let us praise the Lord. Hallelujah. Worship the Lord. Ramana Shandaradhana Hataradhana Vaidamana Ramanagadaga Shiatharia Resurrection Sunday വ്യാപരിക്കുന്ന ഒരു ശക്തിയെ കുറിച്ച് നിങ്ങൾ അറിയണം. You should know what is the resurrection power of God. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ തിരിച്ചറിയട്ടെ.
Let us recognize the power of the Lord that is coming down on this Resurrection Sunday. Praise the Lord. രണ്ട്, ഈ ശക്തി നിങ്ങൾ അറിയണം. You need to recognize this power. റിസറക്ഷൻ സൺഡേയിലുള്ള മെയിൻ സന്ദേശം എന്തെന്നറിയാമോ? Do you know what's the main message on Resurrection മിനിമം Sunday? 10 പ്രാവശ്യമെങ്കിലും കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം ഹിസ് അപ്പിയറൻസ്, അവന്റെ പ്രത്യക്ഷതകൾ ഉണ്ടായിരുന്നു. At least 10 times the Lord appeared to these disciples. ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാൻ 20-ാം അധ്യായം 19 വാക്യങ്ങളിൽ കാണാം. John chapter 20 is when we see this first time. 19 ഒരു അപ്പിയറൻസ് നമുക്ക് കാണാം. One appearance. 19-20 വാക്യങ്ങൾ. 19 and 20. ആഴ്ച ഒന്നാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സമാധാനം. The Lord told them, peace be unto you. ഇത് പറഞ്ഞിട്ട് കർത്താവ് കൈയും വിലാപ്പുറവും അവരെ കാണിച്ച് കർത്താവിനെ കണ്ട് സന്തോഷം അവരെ ഉള്ളിലകത്തുണ്ടായി. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. He shows them his hands and his bosom, and then again he says, peace unto you. What is the main message of resurrection? ഉയർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? നിങ്ങൾക്ക് സമാധാനം. Peace be unto you. ഹലോ, അടുത്തിരിക്കുന്ന കാര്യം കൊടുത്ത് പറഞ്ഞേ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് സമാധാനം പറയുന്നേ. കമാൺ, വചനത്തോടും ദൈവദാസന്മാരും പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ കരം കൊടുത്ത് പറഞ്ഞേ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞേ. Please give hands and say, peace be unto you. Praise the Lord. ഷലോം, നിങ്ങൾക്ക് സമാധാനം. Shalom, peace be unto you. ഈ ഭൂമിയിൽ എങ്ങും സമാധാനമില്ല പ്രിയപ്പെട്ടവരെ. There is no peace in this world, my dear ones. ഭൂമിയിൽ കമാൺ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ശ്രദ്ധിക്കുക, ഭൂമിയിലെ ഒന്നിനും നിനക്ക് സമാധാനം തരാൻ പറ്റില്ല. Nothing in this world can give you peace. ഡ്രഗ്സിന് ഫ്യൂ മിനിറ്റ്സ് ചിലപ്പോൾ നീ മറന്നു കിടന്നിരിക്കാം, സമാധാനമില്ല. Drugs may knock you out, but it is not going to give you peace. ഒരു സിനിമ കണ്ടാൽ few hours you can sit over there and laugh, but നിനക്ക് സമാധാനമില്ല. ഒരു സിനിമ കണ്ടാൽ അല്പസമയം ചിരിക്കാൻ പറ്റും, എന്നാൽ സമാധാനം കിട്ടുകയില്ല. 3 മണിക്കൂർ ചിരിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ വീണ്ടും അടുത്ത പ്രശ്നം. After 3 hours of viewing that cinema, you come out and again you are in the problem. കുഞ്ഞേ, ഭൂമിയിലെ സമ്പത്ത് നിനക്ക് കൂടിയതുകൊണ്ട് സമാധാനം കിട്ടിയെന്ന് വരത്തില്ല. When your riches are coming up, you are not going to get നീ peace. നല്ല പൊസിഷൻ ഇരുന്നുകൊണ്ട് നിനക്ക് സമാധാനം ഉണ്ടാകണമെന്നില്ല. If you have a good position, you are not going to enjoy peace. ലോകത്തിന് സമാധാനം നമുക്ക് തരാൻ പറ്റില്ല. The world cannot give us any peace. ആരെങ്കിലും ഞങ്ങളെ ഇത് ലൈവിൽ വാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങളോട് പറയാം, യേശു ക്രിസ്തു റിസറക്ഷൻ സൺഡേയിൽ ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം, യേശു ക്രിസ്തു പറയുന്നു നിനക്ക് സമാധാനം. Jesus on the resurrection day says, peace be unto you. ലോകം മുഴുവൻ യുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുകയാണ്. The whole world is worried about this war. ഓരോ ദിവസം വ്യത്യസ്ത രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. Many illnesses are coming up. നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ പഴയതുപോലെ അത് ഓർഗാനിക് ഒന്നുമല്ല. എവരുടെ പുതിയ പുതിയ അണുക്കൾ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുക. Our food we consume is not unadulterated anymore. ഭയം വർദ്ധിച്ചു വരുന്ന സമയത്ത് യേശു ക്രിസ്തുവിന് പറയാനുള്ളത്, വചനത്തിന് പറയാനുള്ളത്, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. Now when all this is happening, the Lord has only one thing to tell us, peace be unto you. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ, അവന്റെ മരണ അടക്ക ഉയർപ്പിൽ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നേ? In Jesus' death, burial and resurrection, when he says peace, what do you understand? എബ്രായലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. Hebrews 2 verse 14 and 15. മക്കൾ ജഡരക്തം കൊണ്ട് കൂടിയവർ ആകൊണ്ട് അവനും ക്രിസ്തുവും നമ്മളെ പോലെ ജഡരക്തം കൊണ്ട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ ക്രിസ്തുവിന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണപേടിയിൽ അടിമകളായിരുന്ന നമ്മളെ തൊട്ട് പറഞ്ഞേ, എന്നെയും നിങ്ങളെയും വിടുവിച്ചു. He delivered us who were under the fear of death. യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനം നമുക്ക് നൽകുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ ഭയം മാറ്റി സമാധാനം കൊണ്ടുവന്നു. What is the death, burial and resurrection brought for us? He removed our fear and he brought peace for us. സത്യം പറയണം. ഉറങ്ങാത്തവരെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, സത്യം പറയണം. Those who are not sleeping, tell me the truth. മരണത്തെ പേടിയില്ലാത്ത ഒരു കാര്യം ഉയർത്താൻ പറഞ്ഞ എത്ര കൈ ഉയർത്തും? If you are not scared of death, please raise your hands. സ്വത്രം കുറച്ച് പേരുണ്ട് കേട്ടോ. വാസ്തവത്തിൽ മരണത്തെ പേടിയില്ലേ? Are you really not scared of death?
ഇവിടെ ബോംബ് ഇപ്പം വീഴുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി ഓടുവോ? When somebody says the bomb is coming, what do? നമ്മുടെ ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം മരണത്തെ പേടിയുണ്ടെങ്കിലും ആത്മാവിൽ മരണത്തെ പേടിയില്ല നമുക്ക്. See, we do not fear the death in our spirit. എന്താ ആത്മാവിൽ പേടിയില്ലാത്ത കാര്യം അറിയാമോ? You know why? ഇതാ കാര്യം. This is the reason. യേശു ക്രിസ്തു നമ്മുടെ മരണഭയത്തെ മാറ്റി അവന്റെ മരണത്താൽ. By his death, the Lord removed our fear of ഈ ഒരു death. വെളിപ്പാട് അകത്ത് കിട്ടിയാൽ, When we have this revelation inside, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, നോർത്ത് ഇന്ത്യയിൽ ഒറീഷയിൽ ഒരു ഭക്തൻ വാളിന്റെ മുമ്പിൽ നിന്ന് വെട്ടുകൊള്ളുന്നത്. have you seen that video where a saint is കോങ്കോയിൽ being... ഞങ്ങളുടെ ഒരു ചർച്ച്, ഞങ്ങളുടെ ഷാരോന്റെ ഒരു ടീം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഫ്രിക്കയ്ക്ക് പോയി. Someone from our church went to Africa കോങ്കോയിൽ last day, ചെന്നപ്പോൾ അവിടുത്തെ ടെസ്റ്റിമണികൾ കേട്ട് ഇങ്ങനെയാണ്. and they heard a testimony. കഴിഞ്ഞ ക്രിസ്മസ് 25-ാം തീയതി ചർച്ചിൽ കയറി, ഞങ്ങളുടെ ഒരു പരിചയമുള്ള ചർച്ചിൽ കയറി 7 പേരെ അവർ കൊന്നു. 7 പേരെ കൊന്നു. They killed 7 people. ക്രിസ്തുവിന്റെ നാമനിമിത്തം ഇവര് മരണത്തെ ഫേസ് ചെയ്തതിന്റെ കാര്യം അറിയാമോ? Do you know why they faced the death? അവന്റെ മരണത്താൽ, അവന്റെ ഉയർപ്പിനാൽ മരണഭീതി മാറിയതുകൊണ്ടാ. By the death and resurrection of Lord Jesus Christ, he removed our fear of death. മക്കളെ, ഈ റിസറക്ഷൻ സൺഡേ നിങ്ങൾ സ്തോത്രം പറയണം. Oh, so praise the Lord on this resurrection Sunday. എന്റെ മരണത്തെ അവൻ മാറ്റി. He removed my എന്റെ fear of death. മരണഭയത്തെ അവൻ മാറ്റി. He removed the fear of death from me. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം മുന്നോട്ട് പോകുന്നില്ല. മൂന്നാമത്തത് Third one. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിസറക്ഷൻ? കർത്താവിന്റെ ഉയർപ്പ് കൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഉദ്ദേശം എന്താണ്? What is the purpose of resurrection? അതേ വാക്യം യോഹന്നാൻ 20:21 വാക്യം. യോഹന്നാൻ 20:21 വാക്യം. John 20:21. യേശു പിന്നെയും അവരുടെ അടുക്കൽ വന്നു. അവരെ പ്രത്യക്ഷപ്പെട്ടവരോട് പറയാ, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. As my Father has sent me, even so I send you. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് നമുക്ക് തന്ന സന്ദേശം എന്താ അറിയാമോ? You have mission. Well, God resurrected and he gave us a message. You have a mission. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ആരോടെങ്കിലും പറയണ്ടേ നമുക്കിനി? We have to tell somebody that the Lord has resurrected. ആര് പറയും? Who will say that? അച്ഛാ, ആര് പറയും? Who will say that? മനുപാസ്റ്റർ പറഞ്ഞല്ലോ. മനുപാസ്റ്റർ ഇന്നലെ തമാശയായിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ കുറെ പാസ്റ്റർമാർ ഇവിടെ കൊണ്ടുവന്നു, വിശ്വാസമില്ലാണ്ട് വിശ്വാസത്തിൽ കൊണ്ടുവന്നു. Yesterday he was joking. I brought pastors about believers have to bring in believers. That is not a joke. ഞാൻ ചോദിച്ചു, നിങ്ങളെ കേരളത്തിൽ നിന്നവരാണോ? ആണോ? അല്ലേ? ആ, നാട്ടിൽ ഈ ആടിനെ നമ്മൾ വളർത്തിയിട്ടില്ലേ? ആടിനെ വളർത്തിയിട്ടില്ലേ? Have you brought up a lamb sheep? കുഞ്ഞുങ്ങളില്ല, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ തലയാട്ടണ്ട, നിങ്ങൾ വളർത്തിയിട്ടില്ല. All the kids have not done that. ആടാണോ പ്രസവിക്കുന്നത്? ഇടയനാണോ പ്രസവിക്കുന്നത്? Is it the sheep that gives birth to other sheep or the shepherd? നിങ്ങളെന്തോ ദേഷ്യപ്പെടുന്നേ? Why are you angry with me? Are you angry with me? അതെ, നമ്മൾ വളർത്തുന്ന ആടാണ് പ്രസവിക്കുന്നത്. പക്ഷേ ആട് പ്രസവിക്കാൻ വേണ്ടി ശിക്ഷണം, പോഷണം, സംരക്ഷണം നൽകേണ്ടുന്നത് ഇടയന്റെ ഉത്തരവാദിത്തം. The shepherd nurtures the sheep so that the sheep can have babies. പ്രസവിക്കേണ്ടതാരാ? It is the sheep's responsibility. ഇന്ന് വരെ സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ? Have you given birth to another baby sheep? സ്വന്തം ഒരു ആത്മസന്തതിയെ പ്രസവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? A spiritual child. എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട് കേട്ടോ. മിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ സച്ച് പ്ലാൻ ചെയ്യുന്ന പുതിയ വർക്കുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു സുശേഷകനാണ്. അതുകൊണ്ട് എനിക്ക് മിഷന്റെ കാര്യം പറയാൻ എനിക്ക് ഒത്തിരി കാര്യം സങ്കടത്തോടെ പറയാൻ എനിക്കുണ്ട് നിങ്ങളോട് പറയാൻ. I have a lot to tell you because I am an evangelist. കണ്ണടയുന്നതിന് മുമ്പ്, before your eyes are closed, നിങ്ങളുടെ ആയിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചോണം. bring forth a baby. Praise the Lord. നിങ്ങളുടെ ആയിട്ട് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ പ്രസവിച്ചോണം. Your own spiritual child. ആയിരക്കണക്കിന് പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന TJ സാറിനെ പോലെ മാന്യന്മാർ ഇവിടെയുള്ള വേദിയിൽ ഞാൻ പറയുന്നത് എനിക്കറിയാം. പക്ഷേ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് ഒരാളെ നേടാത്ത ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ ഒരാൾ യേശുവിന് വേണ്ടി നേടിക്കോണം. I challenge each one of you before your death, you have to bring forth a spiritual child. ഒരു കഥ ഞാൻ പറയാം. Let me tell you a story. കർത്താവ് പറഞ്ഞ കഥയാ. It's a story told by Lord. ലൂക്കോസ് 16 Luke 16. ഒരു കമ്പനി നടത്തുന്ന ഒരു യജമാനൻ. There is a owner of a company. കമ്പനി എനിക്ക് തോന്നുന്നു ഫൈനാൻഷ്യൽ കമ്പനിയാ. It was a financial institution. ഒരു മാനേജർ ഉണ്ടായിരുന്നു. There was a manager.
പുള്ളി തല്ലിപ്പൊളിച്ചൊക്കെ നടന്നൊരു മാനേജരാ. He had a rogue life. ഉടനെ നാട്ടുകാർ പറഞ്ഞു ഇവൻ പൈസ എല്ലാം തല്ലിപ്പൊളിക്കുന്നു, ഇവനെ ഫയർ ചെയ്യണമെന്ന് പറഞ്ഞു. So others came and complained to the owner, this guy is irresponsible, so fire him. യജമാനൻ ഫയർ ചെയ്തു. ലൂക്കോസ് 16 And he fired him. ഫയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ മനുഷ്യൻ മനസ്സിൽ ചിന്തിച്ചു, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. And then this manager says in his heart, I know what to do. ലൂക്കോസ് 16:8 മുതലുള്ള വാക്യങ്ങൾ കാണാം. Luke 16:8 onwards. 5 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. From 5 onwards we can see. ഈ കടം മേടിച്ചവരെ വീട്ടിൽ ചെന്നു. And he goes to the debtor's house. നിങ്ങൾ എത്ര കടം കൊടുക്കാനുള്ളേ? How much do you owe? $100. $100. വാസ്തവത്തിൽ എത്ര വാങ്ങിച്ചേ? How much did you get? 50 വാങ്ങിച്ച് കൂട്ടുപലിശയായിട്ട് ഇപ്പൊ 100 ആയിരിക്കുക. Originally he borrowed $50. Now because of the interest is 100. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങ് പറയുന്ന കേട്ടോ. കടച്ചിട്ട് റെസിപ്റ്റിങ് വാങ്ങിച്ചിട്ട് പറഞ്ഞ് കട്ട് ചെയ്ത് 50 എന്ന് എഴുതി കൊടുത്തു. And so he takes the receipt and removes it, strikes it and says 50. അത് ചെയ്യാനുള്ള അധികാരം ഈ മാനേജർക്കുണ്ട്. The manager says that. ഉടനെ അങ്ങനെ എല്ലാ വീട്ടിലും പോയി കടച്ചിട്ട് എഴുതി വെട്ടി റെസിപ്റ്റ് വെട്ടി പിന്നെ ഒത്തിരി ഫ്രണ്ട്സിനെ നേടി. So that way he got many friends because he brought down their ഇത് debt. യജമാനി ഇഷ്ടപ്പെട്ട എഴുതിയിട്ടുണ്ട് അല്ലേ? യജമാനി ഇഷ്ടപ്പെട്ടു. And the owner was impressed. എന്നിട്ട് 8ാമത്തെ വാക്യം, ഈ അനീതിയുള്ള മാനേജർ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? And then verse 8 says, do you understand what he did? അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് പറയുന്നേ. Because he did with the wisdom. യജമാൻ അവനെ എന്ത് ചെയ്തു? പുകഴ്ത്തി. Now the master kind of appreciated him. വെളിച്ച മക്കളെക്കാൾ ഈ അനീതിയുള്ള ലോകത്തിന്റെ മക്കൾക്ക് ബുദ്ധിയുണ്ട്. This world's children are wiser than the children of the light. അവൻ എന്താ ബുദ്ധി കാണിച്ചേ? What wisdom did he അവന്റെ do? മാനേജർ പൊസിഷൻ കൊണ്ട് അവൻ എന്ത് ചെയ്തു? With this position as a manager, ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. he made friends. ഇത് കണ്ടപ്പോൾ യജമാനൻ അവനെ പുകഴ്ത്തി. And then the master kind of appreciates him. ഉടനെ കർത്താവ് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറയുക. And the Lord gives a public statement. അനീതിയുള്ള മാമോനം കൊണ്ട്, അവിടെ വെൽത്ത് എന്നാണ്, മണി എന്നാണ്, പക്ഷേ ചില വേർഷനിൽ റീസോഴ്സ് എന്ന പദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ റീസോഴ്സും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? You make your friends. You need to use all your resources and make friends. എന്ത് റിസോഴ്സാണ് നിങ്ങൾക്കുള്ളത്? What resource do you have? നിങ്ങൾക്ക് ചിലപ്പം കീബോർഡ് വായിക്കാൻ അറിയാം. You know to play the keyboard? എനിക്കൊരു യൗവനക്കാരൻ കുഞ്ഞിനെ അറിയാം. I know a young guy. അവൻ നന്നായിട്ട് കീബോർഡ് വായിക്കും. He is a good keyboardist. അവൻ്റെ കോളേജിലുള്ള കീബോർഡ് അറിയാത്ത കുഞ്ഞുങ്ങളെല്ലാം ഒരു റൂമിൽ കൊണ്ടുവന്നിരുത്തി അവൻ കീബോർഡ് പഠിപ്പിക്കും. And he teaches others to play keyboard. പഠിപ്പിച്ചിട്ട് അവൻ കർത്താവിനെ കുറിച്ച് പറയും. And then he will share about the word. എനിക്കൊരു തബീത എന്നൊരു സ്ത്രീ അറിയാം ബൈബിളിൽ. I know about a Tabitha. അവക്ക് എന്തറിയാം? പറഞ്ഞേട്ടെ മാമേ, പറഞ്ഞേട്ടെ. സ്റ്റിച്ച് ചെയ്യാൻ അറിയാം. She knows stitching. അവള് മരിച്ചു കിടന്നപ്പോൾ പറഞ്ഞൊരു പദമുണ്ട് കൂട്ടുകാരികള്. When she died, others wept about her. എനിക്ക് എൻ്റെ നാട്ടിലെ കൊച്ചു ചർച്ചിൽ ഒരു അമ്മയെ അറിയാം. I know a elderly lady from my home church. നന്നായിട്ട് മീൻകറി ഉണ്ടാക്കും. She makes good fish curries. നിങ്ങളുടെ എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് സുശേഷിതരായി ഉപയോഗിക്കാം. Use all your resources for the gospel. കർത്താവ് ഉയർപ്പ് സൺഡേയിൽ നമുക്ക് സന്ദേശം എന്തെന്ന് അറിയാമോ? This Sunday the Lord gives us purpose of resurrection is mission. Purpose of resurrection is the vision. ഞാൻ നിങ്ങളെ എൻ്റെ പിതാവ് അയച്ചതുപോലെ നിങ്ങളെ അയക്കുന്നു. The mission of the Lord. Are you ready to do God's mission in the city? കർത്താവിന്റെ ദൗത്യം ഈ പട്ടണത്തിൽ ഞാൻ ചെയ്യും. Are you ready? അതിന് തയ്യാറാണോ? Praise the Lord. നിങ്ങൾക്ക് സ്വന്തമായി ചർച്ച് ദൈവം തരും. ഞാൻ ആത്മാ പ്രവചിക്കുന്നു. God is going to give you your own place. നിങ്ങൾക്ക് ആത്മാക്കളെ ദൈവം തരും. God is going to give you more souls. നിങ്ങൾ എന്നും ഒരു വാടക വീട്ടിൽ കിടക്കേണ്ടവരല്ല നിങ്ങൾ. You won't be in this same situation every time. നിങ്ങളുടെ ഈ ഒറ്റ എല്ലാ ചെയറുകളും നിറയും. ഞാൻ ചെയറുകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടിയിട്ടുണ്ട്. I have തൊട്ട് പ്രാർത്ഥിക്കുക. ഈ ചെയറുകൾ നിറയും. All these chairs. ഈ ചെയറുകൾ നിറയും. Hallelujah. ആത്മാവിൽ പ്രവർത്തിക്കാൻ ഒരാളോട് യേശുവിനെ കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ സൺഡേയിൽ ആത്മാവിൽ റിസർച്ച് സൺഡേയിൽ സഭ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്, അത് മിഷനാ, ഭർത്താവിനെ കുറിച്ച് പറയണം. We need to establish it before the Lord. അവസാനം promise of resurrection. Promise of resurrection. എന്താ പ്രോമിസ്? What is the promise?
മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ വന്ന് കർത്താവ് നിൽക്കുമ്പോൾ When Jesus is at Martha's and Mary's house, കരഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്ന മാർത്തയോട് ഒരു പദം ഇങ്ങനെ പറയുന്നു. and he speaks to a lamenting Martha അത് like this. ഭൂമിയിലുള്ള സകല മനുഷ്യരോടും പറയുന്നതാ. And he says that to everyone in the world, സകല ശിഷ്യന്മാരോടും പറയുന്നതാ. all disciples. കർത്താവിനെ ഫോളോ ചെയ്യുന്ന സകലോടും പറയുന്ന പദമാണ്. He says that to everyone. യോഹന്നാൻ 11:25. John 11:25. 25, ഞാൻ യേശു അവളോട് പറയാണ്, എന്നോട് പറയാണ്, നിങ്ങളോട് പറയാണ്, ലോകത്തോട് പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ, ചേർന്ന് പറഞ്ഞേ, മരിച്ചാലും ജീവിക്കും. അടുത്ത He പദം, says that I am resurrection and life. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഒരു നാളും Whoever lives മരിക്കുകയില്ല. and believes in me shall never die. ക്വസ്റ്റ്യൻ, അന്ന് മാർത്തയോട് കർത്താവ് ചോദിക്കുന്നു, ഇത് നീ വിശ്വസിക്കുന്നോ? Do you believe this? നിങ്ങൾ മരിക്കത്തില്ല. You are not going to die. ഇതാണ് റിസറക്ഷൻ സൺഡേയിലെ ഹോപ്പ്, പ്രോമിസ്. This is the hope of resurrection മരിക്കില്ല. Sunday. You are not going to die. അച്ഛാ മരിക്കില്ല, അച്ഛാ You are not going to die. മരിക്കില്ല പാസ്റ്ററെ, No, Dad. നിങ്ങൾ മരിക്കത്തില്ല. ഈ ജഡം വിട്ടുപോകും നമ്മൾ, We will leave this body, പക്ഷേ നമ്മൾ മരിക്കില്ല. but we are not going to die. മരിക്കില്ല. No, we are not going to die. ഈ ജഡം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകും, പക്ഷെ മരിക്കില്ല. We will leave this ഞാൻ body, പറയുന്നിട്ട് ഒരു അകത്ത് but we will പ്രതീക്ഷ not die. ഉണ്ട്. ഈ ജഡം വിട്ടുപോകും നമ്മൾ, ദേഹം വിട്ടുപോകും നമ്മൾ, We will leave this flesh, പക്ഷേ ഞാൻ മരിക്കില്ല. but I will not die. ഞാൻ മരിക്കില്ല. I will not die. എനിക്കൊരു നല്ല അടക്കം കിട്ടി കാണത്തില്ല, കിട്ടിയെന്ന് വരത്തില്ല. Maybe I won't get a good funeral. ചിലപ്പോൾ റോഡിൽ അരഞ്ഞു തീർന്നെന്ന് വരാം. Maybe I will get crushed on the road. ഒരാളുടെ ഷൂട്ടിങ്ങിൽ തീർന്നെന്ന് വരാം. Maybe somebody may shoot me. എൻ്റെ കൂട്ടുകാർ എന്നെ അടക്കിയെന്ന് വരത്തില്ല. Maybe my friends may not do my funeral. പക്ഷേ കാഹളം ധരിക്കുമ്പോൾ, But when the trumpet sounds, ഞാൻ വെള്ളത്തിൽ വീണ് മരിച്ചാലും, oh, hallelujah. റോഡിൽ കിടന്ന് മരിച്ചാലും, എനിക്കൊരു നല്ല അടക്കം കിട്ടിയില്ലെങ്കിലും കാഹളം ധ്വനിക്കും. ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേൾക്കുമ്പോൾ, ദാറ്റ് ഈസ് മൈ ലിവിങ് ഹോപ്പ്. കുഞ്ഞെ, ദിസ് ഈസ് മൈ ബ്ലെസ്സഡ് ഹോപ്പ്, ദിസ് ഈസ് യുവർ ബ്ലെസ്സഡ് ഹോപ്പ്. ഞാനിവിടെ കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ ആകത്തുക എന്തെന്നറിയാമോ? ഞാൻ ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കുന്നവർക്കാരും സ്വസ്ഥ ചെയ്താട്ട് I will be resurrected one day. Let us worship the Lord. ഇന്നിവിടെ ഈ രണ്ടാമതിരിക്കുന്ന കുഞ്ഞ് കാണാപ്പെട ഒരു വാക്യം പറഞ്ഞു. രണ്ടാമതിരിക്കുന്ന കുഞ്ഞ്, വാട്ട് ഈസ് യുവർ നെയിം? സെക്കൻഡ് വൺ, വാട്ട് ഈസ് യുവർ നെയിം? സെക്കൻഡ് വൺ. Madhav. മോൻ പറഞ്ഞ വാക്യം ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് യുവർ മെമ്മറി വേഴ്സ്? ജോബ് 19. പഴയ നിയമത്തിൽ ഭക്തൻ പറഞ്ഞ പദമാണ്. പഴയ നിയമത്തിൽ ഭക്തൻ ഉറക്കെ പറയുകയാണ്. Old Testament saint says this. എന്താ പറഞ്ഞറിയാമോ? ജോബ് 19 verse 23, 24, 25, 20. എല്ലാവരും നോക്കിക്കോണം. അയ്യോ, പുള്ളി ഉറക്കെ പറ, അയ്യോ, ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണി കൊണ്ടും ഈയം കൊണ്ടും പാറയിൽ 4 hours സദാകാലത്തേക്കൊന്ന് എഴുതി വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്താണെന്നറിയാമോ? എന്താ? എൻ്റെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞേ, മൈ redeemer lives. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവൻ ഒടുവിൽ one day he will come back. ഈ പൊടിയിൽ ഞാൻ നിൽക്കുന്ന ഈ പൊടി വന്ന് നിൽക്കും. പ്രതീക്ഷയുള്ള സ്വത്രം പറഞ്ഞു തുടങ്ങിക്കോ. ഈ പൊടി വന്ന് നിൽക്കും. ഞാൻ അറിയുന്നത് എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. I will behold him with my own eyes and not with another eye, my own eyes. എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? How many of us hope that? മക്കളെ, ഈ ഭൂമിയിലെ ഈ ദേഹം ക്ഷയിച്ചു പോകും. This body will perish. കേരള മണ്ണിൽ ലോകത്ത് മുഴുവൻ ഓടി നടന്നൊരു ഭക്തനായിരിക്കുന്നത് കണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട TJ സാറ് കണ്ടോ? ശരീരം ക്ഷണിച്ചിരിക്കുന്നത് കണ്ടോ? Praise the Lord. You see, കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നാഥൻ ഇറങ്ങി വന്ന് വിളി വിളിക്കും. ക്ഷയിക്കാത്തൊരു ശരീരം എനിക്ക് കിട്ടും.
ഓ സ്വത്രം സ്വത്രം സ്വത്രം. I will get a new body. അകത്തളങ്ങളിൽ പ്രതീക്ഷയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞു തുടങ്ങിക്കേ. ഹല്ലേലൂയ. ഈ ആരാധനയിൽ ആര് ക്ഷീണിച്ചിരിക്കണ്ട. ആത്മാവിൽ ശക്തിപ്പെട്ട് എഴുന്നേറ്റ് ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. I will see my Lord with my own eyes. Praise the Lord. ഞാൻ വായിച്ച സങ്കീർത്തന വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. I am concluding with that Psalms. സങ്കീർത്തന വാക്യം എന്താ അറിയാമോ? എൻ്റെ ആത്മാവ് എൻ്റെ എന്താ സങ്കീർത്തന വാക്യം? അതിൻ്റെ 8-9 വാക്യങ്ങളല്ലേ 8 സങ്കീർത്തന and വാക്യം? 9, Psalm 16. എന്താണ് വാക്യം എന്നറിയാമോ? എൻ്റെ ഹൃദയത്തിൽ സന്തോഷം, അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ സന്തോഷം. My heart is glad and my spirit rejoices. എൻ്റെ മനസ്സിന് ആനന്ദം, എൻ്റെ ജഡം നിർഭയം. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പറയുന്നു, എൻ്റെ ജഡത്തിന് പ്രത്യാശ. Paul says, I have hope in my body. Could you please raise on your feet? ഒരു നിമിഷം എഴുന്നേറ്റ് Let us all be on our feet. Hallelujah. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഈ റിസറക്ഷൻ സൺഡേയിൽ എന്താ നിങ്ങളുടെ സന്ദേശം എന്നറിയാമോ? Do you know what my message is on this Resurrection Sunday? ഒന്ന് Number 1. റാമാന ശാന്താരാ റീതാരാമാശ. യേശുവിന്റെ നാമത്തിൽ ജയമിടട്ടെ. ഈ സൺഡേയിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, നമ്മൾ അറിയണം. Hallelujah. You need to understand there is a power that is in this ഒരു Sunday. മെയിൻ സന്ദേശം ഈ സൺഡേ കൈമാറുന്നു. അത് പീസാണ്, പീസ്, സമാധാനം എന്നുള്ളതാണ്. The peace of the Lord. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ മേളിലേക്ക് ഒരു പർപ്പസ്, ഉദ്ദേശം ദൈവം മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. Because the Lord has resurrected, there is a power of the Lord that യേശു is on my ഉയർത്തെഴുന്നേറ്റത് body. കൊണ്ട് എനിക്കൊരു വലിയ പ്രോമിസ് തന്നിട്ടുണ്ട്. Because of the Lord has resurrected, I got a great promise. ആ പ്രോമിസ് എന്താണെന്നറിയാമോ? Do you know what that promise is? കുഞ്ഞെ, നിന്റെ ആത്മാവിന് ആനന്ദം, ഹൃദയത്തിന് സന്തോഷം, മനസ്സിൽ നിന്റെ ശരീരത്തിന് പ്രത്യാശ. There is a hope and there is a rejoicing in your mind, body and soul. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിനാൽ നിങ്ങൾക്ക് ആനന്ദമുണ്ടോ? Do you have joy because you got resurrected? നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകണം, You should have joy. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം. You should have rejoicing. ജഡത്തെ നോക്കിയിട്ട് പറയണം, ജഡമേ, എനിക്കൊരു പ്രത്യാശയുണ്ട്, ഞാൻ ദേഹസഹിതനായി അവനെ കാണും. There is a hope in my body, I will see the Lord.